അല്ല, ഒരു ഞാൻ അതിനെക്കുറിച്ച് ഞാൻ വല്ലാതെ പറയുന്നില്ല. എങ്കിലും ഒരു സംസ്ഥാനത്തെ പ്രധാന സ്വരാജന്റെ അടുത്ത സുഹൃത്താണ്, വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങളെപ്പോഴും കാണുന്നതും സംവദിക്കുന്നതും ഒക്കെയാണ്. രാഷ്ട്രീയപരമായ നിലപാടുകൾ വ്യത്യസ്തമാണെങ്കിലും വളരെ അടുപ്പം സൂക്ഷിക്കുന്നയാളാണ്. 3-4 ദിവസം മുൻപൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു മരണ വീട്ടിൽ വെച്ച്. ഇവിടെ എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് CPM ആണ് മറുപടി പറയേണ്ടത്. 1967 ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15 തെരഞ്ഞെടുപ്പുകൾ നിലമ്പൂരിൽ നടന്നു. അതിലാകെ 2 പ്രാവശ്യം മാത്രമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത്. പിന്നെയൊക്കെ സ്വതന്ത്രന്മാരെ തിരയുകയായിരുന്നു. എന്തുകൊണ്ടാണ് CPMന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കൂടെയുള്ള ഒരു നേതാവ്, സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ഉണ്ടായിട്ടും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇത്ര സമയമെടുത്തത് എന്ന് ചോദിച്ചാൽ തന്നെ നമുക്കറിയാം. എന്താണ് അതിന് കാരണം എന്ന് നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ചാൽ അറിയാം. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയായാലും ആര് സ്ഥാനാർത്ഥിയായാലും ഈ നിലമ്പൂർ കഴിഞ്ഞ 2 പ്രാവശ്യം നഷ്ടപ്പെട്ട നിലമ്പൂർ ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചുപിടിക്കാനും കേരള ഭരണത്തിനെതിരെയുള്ള ഒരു വലിയ ജനവിധി എഴുതാനും ജനങ്ങളും UDFും തയ്യാറായി. ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. അൻവറുമായി ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതും അൻവർ ചർച്ച നടത്തുന്നതൊക്കെ എന്റെ നേതാക്കന്മാരുമായിട്ടാണ്, UDF നേതാക്കന്മാരുമായിട്ടാണ്. അവരാ കാര്യങ്ങളിൽ അവരാണ് പ്രതികരിക്കേണ്ട അൻവറിന്റെ വിഷയകാര്യം. സ്വരാജിനെ പോലെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി എത്തുന്നു, മറുതലക്കലിൽ അൻവർ അടഞ്ഞു തന്നെ തുടരുകയാണ്. ആശങ്കയുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഭൂരിപക്ഷം വർദ്ധിക്കും. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും മറ്റൊരു പല സ്ഥാനാർത്ഥികളെയും ശ്രമിച്ചിരുന്നു അവർ. അൻവർ അടഞ്ഞു നിന്നാലും കുഴപ്പമില്ല. അല്ല, ഞാൻ പറയുന്നത് അൻവർ അടഞ്ഞു നിന്നാൽ അൻവറിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതെന്റെ പാർട്ടിയാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. അൻവറുമായി ഞാൻ അൻവർ ഇടഞ്ഞു നിന്നാൽ, ഇനിയിപ്പോ നിങ്ങൾ ചിലപ്പോൾ സ്ക്രോളിംഗ് അങ്ങനെ കൊടുക്കും, അൻവർ ഇടഞ്ഞു നിന്നാൽ ഭൂരിപക്ഷം വർദ്ധിക്കും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നീ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തുവാണ്. അങ്ങനെ ചോദിച്ചതിന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് ആര് എതിർത്താലും, ഇപ്പൊ നിങ്ങൾ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഭയങ്കര മത്സരം നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. അത് തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും വിജയിക്കുക. എന്റെ പിതാവിന് ലഭിച്ച ഒരു വലിയ ഭൂരിപക്ഷത്തോടൊപ്പം എത്തണമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഒരു വലിയ ഭൂരിപക്ഷത്തിന് ചരിത്ര വിജയം. തൃക്കാക്കര നിങ്ങൾ കണ്ട വിജയം, പാലക്കാട് നിങ്ങൾ കണ്ട വിജയം, പുതുപ്പള്ളിയിൽ നിങ്ങൾ കണ്ട വിജയം, അതുപോലെ ഒരു ചരിത്ര വിജയം നേടാൻ ഇന്ന് നിലമ്പൂരിന് സാധിക്കും. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കും. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരുണ്ട്. CPMനെ സംബന്ധിച്ച് ആത്മവിശ്വാസം വർദ്ധിച്ചതാണോ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടാക്കിയത്? ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണോ? അത് CPM പറയട്ടെ. ഞാനിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ രാഷ്ട്രീയ സംഗതികളിൽ ഞാൻ പ്രതികരിക്കുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ച് എന്റെ മുൻപിൽ കുറെ സംഗതികളുണ്ട്. നിലമ്പൂരിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുമെന്ന് ഉറപ്പാണ്. എന്താണ് താങ്കളുടെ ആത്മവിശ്വാസം? ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സമയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, കാരണം ഞങ്ങൾ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഏറ്റവും വളരെ നന്നായി നടത്തി. ആകെ 10,000 ചില്ലാന വോട്ട് ചേർത്തതിൽ 8,500 വോട്ട് ചേർത്തത് ഞങ്ങളാണ്. ഞങ്ങളുടെ എല്ലാ പഞ്ചായത്ത് കൺവെൻഷനുകൾ, ബൂത്ത് കമ്മിറ്റികൾ ഇന്നലത്തോടുകൂടി 263 ബൂത്ത് കൺവെൻഷനുകളും ഇന്നലത്തോടുകൂടി കഴിഞ്ഞു. ഇന്ന് ഞാൻ നോമിനേഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രവർത്തകർ വീട് കയറുകയാണ്, അഭ്യർത്ഥനയുമായി വീട് കയറുക. വളരെയേറെ മുന്നോട്ട് ഞങ്ങൾ പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് ഞങ്ങൾക്കൊരു വലിയ ആത്മവിശ്വാസം, വിജയപ്രതീക്ഷയല്ല, ഒരു ചരിത്ര വിജയം നിലമ്പൂരുണ്ടാവും. യാതൊരു സംശയവും.